ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് +2 എക്കണോമിക്സിലെ മൈക്രോ ഇക്കണോമിക്സ് എന്ന ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോണത്. സോ അപ്പോൾ ഇതിന് വരുന്നത് ഏകദേശം 8 അല്ലെങ്കിൽ 6 മാർക്കൊക്കെയാണ് ഇത് ചോദിക്കാറ്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TC, TFC, TVC, AC എന്നീ കർവുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ചോദ്യത്തിൽ നിന്ന് വരിക. അപ്പോൾ ഇത് 8-6 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് കുറച്ച് ഇക്വേഷൻസ് നമ്മൾ ആദ്യം തന്നെ അറിയണം. ഫസ്റ്റ് നമ്മൾ TC കണ്ടുപിടിക്കണമെങ്കിൽ TVC + TFC, അതുപോലെ TFC കണ്ടുപിടിക്കണമെങ്കിൽ TC - TVC, അതുപോലെ TVC കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ TC - TFC. ഓക്കെ, അപ്പോൾ TCയുടെ ഫുൾ ഫോം ടോട്ടൽ കോസ്റ്റ്, TFCയുടെ ഫുൾ ഫോം ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, TVCയുടെ ഫുൾ ഫോം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് AC, AFC, AVC കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ A എന്ന് പറയുന്നത് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ആവറേജ് അല്ലേ. അപ്പോൾ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് കോസ്റ്റ്, AFC ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്, AVC ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ AC കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? AVC + AFC. AFC കണ്ടുപിടിക്കാനോ AC - AVC. AVC കണ്ടുപിടിക്കാൻ AC - AFC. ഇതൊക്കെയാണ് നമ്മുടെ ഇക്വേഷൻസ്. എഗെയിൻ നമ്മുടെ TFCക്കും TVCക്കും മറ്റ് 2 ഇക്വേഷൻസ് കൂടിയുണ്ട്. അതാണ് ഇതിൽ കാണുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു TFCക്ക്. അതാണ് TC - TVC. അപ്പോൾ ഇതെന്താണ്? ഇത് AFC × Q ആണ്. അപ്പോൾ Q എന്താ? ക്വാണ്ടിറ്റി. ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് AFCയോ QO ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻസ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഈ ഇക്വേഷനാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ TVCയുടെ കേസിലും. എന്താണ് TVC കണ്ടുപിടിക്കാൻ? AVC × Q. Q എന്താണ്? ക്വാണ്ടിറ്റി. നെക്സ്റ്റ് SMC കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻസ് ആണുള്ളത്. അപ്പോൾ എന്താണ് SMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ΔTC / ΔQ, അല്ലെങ്കിൽ TCN - TCN-1. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് കാണാം ഡെൽറ്റ. എന്താണ് ഡെൽറ്റ? ചേഞ്ച് എന്നാണ് അർത്ഥം. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് N കാണാം. N എന്താണ്? nth ടേം. സോ ഇതാണ് ഇത് 2 ഇക്വേഷൻ. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് TFC, TVC, AFC, AVC ആൻഡ് SMC ഫ്രം ദി ഗിവൺ ടേബിൾ. Q നമുക്ക് തന്നിട്ടുണ്ട്, TC തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? TFC, TVC, AFC, AVC ആൻഡ് SMC ആണ് കണ്ടുപിടിക്കേണ്ടത്. TCയിൽ 10 ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ അതും TFC എന്ത് തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ദെൻ TVC കണ്ടുപിടിക്കാൻ TC - TFC ആണ്. ഇപ്പോൾ ആദ്യം ഇവിടെ 10 - 10 ആണ്, അത് 0 ആണ്. രണ്ടാമത് 30 - 10 ആണ്, അത് 20. 45 - 10 35. 55 - 10 45. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AFC ആണ്. AFC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? TFC / Q അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10 / 0 അത് എത്രയാണ്? 0 ആണ്. 10 / 1 എത്രയാണ്? 10. 10 / 2 5. 10 / 3 3.3. അങ്ങനെ 2.5 2 1.6. ദെൻ AVC എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? TVC / Q ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക? 20 / 1 അത് എത്രയാണ്? 20. 35 / 2 17.5 ആൻഡ് 45 / 3 15 ആൻഡ് 15 16 18.3. ദെൻ SAC കണ്ടുപിടിക്കാൻ AFC + AVC. ഫസ്റ്റത്തിൽ ബ്ലാങ്ക് ആയതുകൊണ്ട് തന്നെ SCCയും ബ്ലാങ്ക് ആയിരിക്കും. ദെൻ 10 + 20 30. 5 + 17.5. നെക്സ്റ്റ് MC കണ്ടുപിടിക്കാൻ TC തന്നെ മൈനസ് ചെയ്ത് പോയാൽ മതി. ആദ്യത്തിൽ നമുക്കൊന്നും ഉണ്ടാവില്ല, അത് ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ നമുക്കറിയാം 30 - 10 ആണ്, അത് എത്ര വരിക? 20 ആണ് വരിക. ദെൻ 45 - 13 15. 55 - 45 10. 70 - 55 15. 90 - 70 20. 120 - 90 30. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട രീതി. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആൻഡ് കമ്പൾസറി ആയിട്ട് ഈ ഒരു ഏരിയ കവറപ്പ് ചെയ്തിട്ടേ നിങ്ങൾ എക്സാമിന് പോവാവൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 or 6 മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.